ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1-ാം വചനം. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുവെന്ന്. ഈശോയുടെ സ്നേഹവലയത്തിൽ നിന്ന് ഈശോ ആരെയും മാറ്റി നിർത്തിയിരുന്നില്ല. ഈശോ എല്ലാവരെയും ചേർത്ത് പിടിച്ചിരിക്കുക. പാപികളെന്നോ ചുങ്കക്കാരെന്നോ ഇഷ്ടമില്ലാത്തവരെന്നോ ഒന്നും ഈശോയുടെ ഗണത്തിലില്ല. എല്ലാവരും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവർ. എൻ്റെ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളവർ ആരും നഷ്ടപ്പെട്ടു പോകാതെ അന്ത്യദിനത്തിൽ അവരെയെല്ലാം ഉയർപ്പിക്കണമെന്നതാണ് പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവരെയെല്ലാം ചേർത്ത് പിടിച്ചു. ഈശോ അവരെയെല്ലാം തൻ്റെ സൗധത്തിലേക്ക് ആനയിച്ചു. അവൻ്റെ വലയത്തിനുള്ളിൽ, അവൻ്റെ സ്നേഹപരിധിക്കുള്ളിൽ ഉൾക്കൊള്ളാനാവാത്ത ആരുമുണ്ടായിരുന്നില്ല. ഈശോയുടെ അനുയായികളായ നമ്മോടും ഈശോ പറയുക, നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന്, നമ്മുടെ സൗഹൃദ വലയത്തിൽ നിന്ന് ആരെയും നാം പുറത്താക്കിക്കൂടാ. ആരെയും പുറത്താക്കാത്ത ഈശോയുടെ യഥാർത്ഥ ശിഷ്യനായി നീ മാറണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ആരും അന്യരല്ലാതെ മാറണം. നിൻ്റെ ജീവിതത്തിൽ ആരും അന്യരുണ്ടാവാൻ പാടില്ല. എല്ലാവരും നിനക്ക് പ്രിയപ്പെട്ടവരാകണം. ഇന്ന് നാം കാണാറുണ്ട്, കുഞ്ഞുങ്ങൾക്കിടയിലും വലിയവർക്കിടയിലുമൊക്കെ എനിക്കിഷ്ടമില്ലാത്തവർ എൻ്റെ കൂടെയില്ല, എനിക്കിഷ്ടമില്ലാത്തവരെ എങ്ങനെ മാറ്റി നിർത്താമെന്നാണ് പലപ്പോഴും നാം ചിന്തിക്കുക. അവരുടെ കൂടെ നിന്ന് മാറി നിന്നിട്ട് കുറ്റപ്പെടുത്താനും വിമർശിക്കാനും വേണ്ടി നാം പലപ്പോഴും സമയം ചെലവഴിക്കാറുണ്ട്. അങ്ങനെ നാം ചെലവഴിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഉന്നത അധികാരികളായ ഫരിസയരും നിയമജ്ഞരുമൊക്കെ ഈ ഒരു പാത പിന്തുടരണമെന്ന് അറിയാമായിരുന്നെങ്കിലും അത് ശ്രദ്ധിക്കാതെ ഈശോ അത് ചെയ്തു കണ്ടപ്പോൾ ഈശോയെ കുറ്റപ്പെടുത്തുന്നതായ നാം ഇവിടെ കാണുക. അവർ പിറുപിറുക്കുകയാണ്. ഫരിസയരും നിയമജ്ഞരും പിറുപിറുക്കുകയാണ്. ഈശോ ചെയ്ത വലിയ നന്മയെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇവൻ പാപികളെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പിറുപിറുക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിലുള്ള സ്നേഹത്തിൻ്റെ ആഴം, ആ സ്നേഹത്തിൻ്റെ പരപ്പ്, ആ സ്നേഹത്തിൻ്റെ വിശാലത അത് ഉൾക്കൊള്ളുവാൻ ആ യഹൂദ പ്രമാണികൾക്ക്, ആ ഫരിസയർക്ക്, ആ നിയമജ്ഞർക്ക് സാധിച്ചില്ല. എങ്കിൽ ഇന്ന് നാം നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് ആരെയൊക്കെ മാറ്റി നിർത്തുന്നോ, ആരെയൊക്കെ നമ്മളിൽ നിന്ന് അകറ്റി മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നോ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാം മാറ്റിക്കളയുന്നോ, അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഈ ഫരിസയരുടെയും നിയമജ്ഞരുടെയും ജീവിതത്തിന് തുല്യമായി മാറുകയാണ്. നാം ഇങ്ങനെ പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഒറ്റ വാക്കിൽ ഒരാളെ കണ്ടിട്ട് നാം അങ്ങ് വിധിക്കും. ഈശോ വചനം പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് എന്ന്. ഇന്ന് എൻ്റെ വാക്കുകളിൽ പലപ്പോഴും വിധികൾ കടന്നു വരുന്നില്ലേ എന്ന് നാം ചിന്തിക്കണം. നമുക്കിഷ്ടമില്ലാത്തൊരു വ്യക്തിയെ കാണുമ്പോൾ, വഴിയെ ഒരാൾ പോകുമ്പോൾ ആളുടെ വേഷവിധാനങ്ങൾ നമുക്കിഷ്ടമില്ല എങ്കിൽ നാം പെട്ടെന്ന് വിമർശിച്ച് കളയുകയാണ്, വിധിച്ച് കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മനോഭാവം നമ്മൾ ഒട്ടും രൂഢമൂലമായിട്ടില്ല എന്നതിനർത്ഥം നാം പിറുപിറുക്കുന്ന നിയമജ്ഞരെ പോലെ ഫരിസയരെ പോലെ ആയിപ്പോവുകയാണ്. ഓരോ വ്യക്തിയെയും അവരായിരിക്കുന്ന വിധത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ ജീവിതം ഈശോയ്ക്ക് ചേർന്നതായി മാറുക, ഈശോയെ പോലെ ആയി മാറുക. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ നാം 2 വലിയ ഉപമകൾ കാണുകയാണ്. ഫസ്റ്റ് ഈശോ പറയുകയാണ് കാണാതായ ആടിൻ്റെ ഉപമയെക്കുറിച്ച്, രണ്ടാമത് കാണാതായ നാണയത്തിൻ്റെ ഉപമയെക്കുറിച്ച്. വചനം ഇങ്ങനെ പറയുകയാണ്, തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത് ആര്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവനെന്ന്. ഒരു ആട്ടിടയൻ വൈകുന്നേരം ആലയിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുകയാണ് തൻ്റെ ഒരു ആട് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. 99 ആ ആലയിൽ നിൽക്കുമ്പോഴും ഒരാട് നഷ്ടപ്പെട്ടു എന്ന് കണ്ടിട്ട് വേദനിച്ചിട്ട് അദ്ദേഹം ഒരിക്കലും ചിന്തിക്കുന്നില്ല, സന്ധ്യയായില്ലേ ഇനിയിപ്പോൾ നാളെ നോക്കാം എന്നല്ല ചിന്തിക്കുക. കാണുന്നത് എന്താണ്? അവയിൽ നഷ്ടപ്പെട്ടു പോയതിനെ കാണുവാൻ വേണ്ടി 99 ആ മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം അന്വേഷിച്ചു പോവുകയാണ്.
നല്ല ഇടയനായ ഈശോയുടെ ചിത്രം നാം കാണുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ നിരത്തി നിർത്തുകയല്ല, തോളിലേറ്റി കൊണ്ടുവരുന്ന ഒരു തമ്പുരാൻ്റെ സ്നേഹം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹൃദയം വിശാലമാകണം. ഈശോയുടെ സ്നേഹം നമുക്ക് സ്വന്തമായിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഹൃദയം ഇടുങ്ങിയതായി മാറാൻ പാടില്ല. എൻ്റെ ഹൃദയം ഇടുങ്ങിയതായിട്ടുണ്ട് എങ്കിൽ, എൻ്റെ മനസ്സിൻ്റെ അളവ്, എൻ്റെ മനസ്സിൻ്റെ വിസ്തീർണം കുറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ എനിക്ക് പലരെയും ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അപ്പോൾ ഞാൻ പല ന്യായവാദങ്ങൾ കണ്ടുപിടിക്കും. ചില വ്യക്തികൾ എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നുവെന്ന് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം കാണാറുണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത ചില മേഖലകൾ ചോദിക്കുമ്പോൾ പറയും, അവരെന്നോട് അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അവരെനിക്കെതിരെ ദ്രോഹം ചെയ്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ചുരുങ്ങിയിരിക്കുകയാണ്, നമ്മുടെ മനസ്സ് ചുരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ തുറന്നു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, വിശാലമായ മേഖലയിലേക്ക് നാം കടന്നിട്ടില്ല എന്നതിനർത്ഥം. ആ തമ്പുരാൻ നമ്മളോട് പറയുകയാ, ഇന്ന് നിൻ്റെ ജീവിതത്തെ, നിൻ്റെ ഹൃദയത്തെ കുറച്ചുകൂടെ വിശാലമാക്കണം. കുരിശിൽ കിടന്നുകൊണ്ട് തമ്പുരാൻ തൻ്റെ ഹൃദയം തുറന്ന് നമുക്ക് വേണ്ടി തുറന്നു തന്നുവെങ്കിൽ, അവസാന തുള്ളി രക്തം വരെ തുറന്നു തന്നുവെങ്കിൽ, അത് ഈ ലോകത്തിലുള്ള എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയായിരുന്നു. എവിടെയൊക്കെ ചിതറിക്കപ്പെട്ടു പോയിട്ടുണ്ടോ പിതാവിൻ്റെ പ്രിയ മക്കൾ, അവരെ എല്ലാം ചേർത്ത് പിടിക്കാൻ വേണ്ടി. അതുപോലൊരു തുറവി, സ്വയം ഇല്ലാതായിക്കൊണ്ടും സ്വയം ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ടും നാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് ഈശോയുടെ അനുഗ്രഹം നമുക്കുണ്ടാവുക. മറ്റുള്ളവരെ ഉൾക്കൊള്ളണമെങ്കിൽ ഫസ്റ്റ് നാം നമ്മുടെ ഈഗോയെ, ഞാനെന്ന ഭാവത്തെ ഒന്ന് താഴ്ത്തി, ഞാനെന്ന ഭാവത്തെ ഒന്ന് മാറ്റിയിട്ട് എളിമയിലേക്ക് വരുമ്പോൾ മാത്രമാണ് എനിക്ക് ഈശോയുടെ സ്നേഹത്തിലേക്ക് വരാൻ പറ്റുക, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റുക. അങ്ങനെ ഞാൻ ഈ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാവില്ല, എല്ലാവരും മിത്രങ്ങളായി മാറും. ഞാൻ എന്ന ആരെയെങ്കിലുമൊക്കെ എൻ്റെ ശത്രുക്കളായി കണക്കാക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ഹൃദയത്തിൽ അവർക്കാർക്കും സ്ഥാനമില്ലാത്തത് കൊണ്ടാണ്, എൻ്റെ ഹൃദയം വികസിക്കാത്തത് കൊണ്ടാണ്, എൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങൾ, എൻ്റെ ചിന്തകൾ വികസിക്കാത്തത് കൊണ്ടാണ്, കുറച്ചുകൂടി വിശാലമായി ഞാൻ ചിന്തിക്കാത്തത് കൊണ്ടാണ് എനിക്ക് അവരെ ആരെയും ഉൾക്കൊള്ളാൻ പറ്റാത്തത്. നാം വീണ്ടും കാണുന്നുണ്ട്, നാണയം നഷ്ടപ്പെട്ടു പോയ സ്ത്രീയെ, തൻ്റെ 10 നാണയത്തിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ ആ നാണയം കണ്ടുകിട്ടുപോളം അന്വേഷിക്കുന്ന ഒരു വ്യക്തി. പ്രിയപ്പെട്ടവരെ, നിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്ത് മറ്റൊരു അവസ്ഥയിലേക്ക് കടന്നു പോയി കഴിയുമ്പോൾ ചില അപ്പന്മാർ പറയും, ഒരു പെൺകുട്ടി വേറെ വ്യക്തിയെ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തി വിവാഹം കഴിച്ച് പോയി കഴിയുമ്പോൾ അപ്പന്മാർ പറയും, ഇനി അവർ ഒരിക്കലും എൻ്റെ കുടുംബത്തിലില്ല എന്ന്. അതല്ല നാം ചെയ്യേണ്ടത്, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ക്ഷമിച്ച് അവരെ കൂടി നമ്മുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി നീ എന്തു ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം മറ്റുള്ളവരെ പുറത്താക്കുവാൻ, പുറം കാലുകൊണ്ട് തട്ടിയെറിയുവാൻ എളുപ്പമുണ്ട്, കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കാൻ വളരെ പാടാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ ഇടയൻ കാണാതെ പോയ ആടിനോട് ക്ഷമിച്ചതുകൊണ്ടാണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന്, ഒരു ത്യാഗം ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് അതിനെ തൻ്റെ ആലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ആ ഇടയന് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ കുറച്ച് സമയം ക്ഷമിക്കുവാൻ, നമ്മുടെ സമയം ഒന്ന് മാറ്റിവെക്കുവാൻ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകുവാൻ, കുറച്ചുകൂടി താഴ്ത്തപ്പെടുവാൻ, എൻ്റെ തീരുമാനങ്ങളെ ഒന്ന് മാറ്റിവെക്കുവാൻ ഞാൻ തയ്യാറാകുകയാണ് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാവില്ല. അവരെ എല്ലാം എനിക്ക് ചേർത്ത് വെക്കാനായിട്ട് പറ്റും. വചനം പറയുന്നുണ്ടല്ലോ, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നുവെന്ന്. സിംഹക്കൂട്ടിൽ ദാനിയേലിന് സിംഹങ്ങൾ തുണയായി ഇണങ്ങിക്കഴിഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ ശത്രുക്കളായി ഞാൻ കരുതുന്ന പല സിംഹക്കുട്ടികളും എൻ്റെ കൂടെ എനിക്ക് ചേർന്ന് നിൽക്കുന്നവരായി എന്നോട് ഇണങ്ങിക്കഴിയണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ഞാൻ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 21 മുതൽ 35 വരെയുള്ള വചനങ്ങളിൽ നാം കാണുകയാണ്. തമ്പുരാൻ്റെ അടുത്ത് വന്ന് പത്രോസ് ചോദിക്കുകയാണ്. 21-ാമത്തെ വാക്യം, പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 7 70 പ്രാവശ്യമെന്ന്. എന്നിട്ട് ഈശോ പറയുകയാണ് ഒരു വലിയ ഉപമ. തൻ്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട്, സേവകന്മാരെ വിളിച്ചിട്ട് കണക്ക് തീർക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് 23 മുതലുള്ള വചനങ്ങളിൽ നാം കാണുക. അവനോട് പറയുകയാണ്, അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു 1000 തലന്ന് കടപ്പെട്ടിരുന്ന ഒരുവനെ. അവനത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു,
പ്രഭു എന്നോട് ക്ഷമിക്കണേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. 18-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുക, പ്രഭു എന്നോട് ക്ഷമിക്കണേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് കടം ഇളച്ചു കിട്ടി ക്ഷമ സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിച്ച് പുറത്തേക്കിറങ്ങി വന്ന ആ സേവകൻ തൻ്റെ സഹസേവകനെ കാണുമ്പോൾ വളരെ കുറച്ച് താലന്ത് മാത്രം കടപ്പെട്ടിരിക്കുന്ന അവൻ്റെ മുമ്പിൽ ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാവുന്നില്ല. ആ സഹസേവകനും അവനോട് പറയുക, 18-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം, മത്തായി 18:29. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിക്കുക, എന്നോട് ക്ഷമിക്കണേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. ആ രാജാവിൻ്റെ മുമ്പിൽ ഈ സേവകൻ എന്തു പറഞ്ഞോ അത് തന്നെയാണ് സഹസേവകൻ ഈ സേവകനോടും പറയുക, പ്രഭു എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാമെന്ന്. എന്നാൽ സഹസേവകനോട് ക്ഷമിക്കുവാൻ തയ്യാറാകാതെ ഈ സേവകൻ അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നതായി വചനഭാഗത്ത് നാം കാണുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാതെ തൻ്റെ ജീവിതത്തിൽ മിത്രങ്ങളായി അവനെ കണക്കാക്കാതെ ശത്രുവായി കണക്കാക്കിക്കൊണ്ട് അവനെ പുറന്തള്ളുമ്പോൾ അവന് എന്ത് കിട്ടുന്നുവെന്ന് നാം വചനത്തിൽ വീണ്ടും കാണുകയാ. വചനം പറയുകയാ, യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവകയെന്ന്. തമ്പുരാൻ്റെ പ്രിയപ്പെട്ട മക്കളെ തന്നോട് കൂടെ ചേർത്ത് നിർത്താൻ ഇന്ന് ആർക്കൊക്കെ പറ്റാതെ പോകുന്നോ, ആരൊക്കെ അവരെ പുറത്തേക്ക് എറിഞ്ഞു കളയുന്നോ, ആരൊക്കെ തൻ്റെ സ്നേഹം വലയത്തിന് മാറ്റി നിർത്തുന്നോ, ക്രൂരമായി പെരുമാറാനായിട്ട് ശ്രമിക്കുന്നോ, അവനെയൊക്കെ തമ്പുരാൻ വിളിക്കും ദുഷ്ടനായ സേവകയെന്ന്. കാരണം നിന്റെ പ്രവൃത്തി ദുഷ്ടത നിറഞ്ഞതാണ് എന്ന് തമ്പുരാൻ നിന്നോട് വെളിപ്പെടുത്തി തരികയാ. നീ എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ, നീ എന്നോട് കേണപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ആ തീരാ കാരുണ്യം, ഞാൻ നിന്നോട് കാണിച്ച തീരാ കാരുണ്യം നിന്റെ സഹസേവകനോട് നീ കാണിക്കേണ്ടിയിരുന്നു. പക്ഷേ ഒരു തീരാ കാരുണ്യത്തിൻ്റെ ഒരു കുഞ്ഞു മേഖല പോലും നിന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കണം. നമ്മുടെ കുമ്പസാര വേളകൾ, തമ്പുരാൻ്റെ മുമ്പിൽ പോയി കുമ്പസാര കൂട്ടിൽ പോയി നിന്ന് എത്രയോ വലിയ പാപങ്ങളൊക്കെ നാം ഏറ്റുപറയുകയാണ്. അതെല്ലാം നിരുപാധികം ഒരു വ്യവസ്ഥകളുമില്ലാതെ ക്ഷമിച്ച് അനുഗ്രഹിച്ച് നമ്മെ പറഞ്ഞയക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്താൽ ഉടനെ അവരെ വിധിക്കുന്ന ഒരു പ്രവണതയിലേക്ക്, അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയിലേക്ക് നാം മാറുമ്പോൾ എൻ്റെ ജീവിതം തമ്പുരാൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം നാം കാണുക. 8-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെ തമ്പുരാനെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ തമ്പുരാൻ അവളെ തൻ്റെ സ്നേഹം കൊണ്ട് അവളോട് ക്ഷമിച്ച് അവളുടെ പാപങ്ങൾ മറന്ന് അവളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും നിങ്ങളിൽ പാപമില്ലാത്തവളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ കല്ലുകൾ താഴെയിട്ട് കുറ്റം വിധിച്ച് ഓരോരുത്തരും ഇറങ്ങിപ്പോകുമ്പോൾ കുറ്റം വിധിക്കാൻ അവകാശമുള്ള ഒരു തമ്പുരാൻ അവിടെ നിൽക്കുകയാണ്. യോഹന്നാൻ 8:9 വചനം എഴുതി വെച്ചിരിക്കുകയാണ്, ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം അവശേഷിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുമ്പസാര വേളയിൽ ഈ വലിയ ഒരു ഈശോയും ഞാനും മാത്രം കണ്ടുമുട്ടിയ വലിയ കരുണ ഞാൻ സ്വീകരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നു പോവുകയാണ്. കുറവുകൾ മീൻസ് ഞാൻ മറ്റുള്ളവരെ വിധിക്കുന്ന ഒരവസ്ഥയിലേക്ക്, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാത്ത അവസ്ഥയിലേക്ക് ചില വ്യക്തികൾ വന്നിട്ട് പറയുകയാണ്, അപ്പൻ സ്ഥലം ഭാഗം വീതം വെച്ചപ്പോൾ എനിക്ക് തരേണ്ടതൊന്നും തന്നിട്ടില്ല, എനിക്ക് അർഹതപ്പെട്ടത് കിട്ടാത്തത് കൊണ്ട് ഇന്ന് അപ്പനെ ഞാൻ നോക്കുകയില്ല, വൈരാഗ്യം വെച്ചു പുലർത്തുകയാണ്. തൊട്ടടുത്ത കുടുംബമാണ്, ഒരു ചുവട് വെച്ചാൽ അങ്ങോട്ടേക്കൊന്ന് കയറി ചെല്ലാം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാം, പക്ഷേ പോവില്ല. അങ്ങനെ അവരെ മാറ്റി നിർത്തിയിട്ട് നീ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ, നിനക്ക് ഉയർച്ചയില്ലെന്ന് പറഞ്ഞ് നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ, നിന്റെ സ്നേഹവലയത്തിന് പുറത്താണ് അവരെന്ന് നീ മനസ്സിലാക്കുന്നുവെങ്കിൽ, നീ തിരിച്ചറിഞ്ഞ് തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമയെന്ന വലിയ തീരാ കാരുണ്യം അവരുടെ മേൽ വെച്ചു കൊടുത്താൽ തമ്പുരാൻ്റെ തീരാ കാരുണ്യം നിന്റെ മേലുണ്ടാവും. നിന്റെ ആവശ്യങ്ങളുടെ മേൽ അവൻ്റെ തീരാ കാരുണ്യം കടന്നു വരും. അതാണ് തമ്പുരാൻ നമ്മോട് പറയുക. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം ദൈവം തന്ന ദാനമാണ്. ആ തമ്പുരാന് ഈ ജീവിതത്തിലൂടെ വലിയ കരുണ കാണിക്കാനുണ്ട്. ഈ ജീവിതത്തിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ അനേകർക്ക് കരുണ ഒഴുക്കി കൊടുക്കാനുള്ള ഒരു ഉപാധിയാക്കി, ഒരു മീഡിയമാക്കി ഈശോ എന്നെ മാറ്റിയിരിക്കുകയാണ്. അത് ഞാൻ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 14:7 ഇങ്ങനെ വചനം പറയുകയാണ്, നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു.
നാം മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ നാം ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരെത്രയെന്ന്. ഇന്ന് എനിക്കുള്ള സമ്പത്ത്, എനിക്കുള്ള സ്ഥാനമാനങ്ങൾ അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നതിൽ ഞാൻ മടി കാണിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു വ്യക്തി ഉയർന്നു വരുന്നുവെന്ന് കാണുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും അടിച്ചില്ലാതാക്കി എന്നിൽ നിന്ന് അവരെ മാറ്റി എൻ്റെ സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റാത്ത വിധത്തിൽ അവരെ മാറ്റിക്കളയാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഒരിക്കലും ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ തീരെ കാരുണ്യം എൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് ഈശോ വചനം പറയുകയാണ്. നാം സങ്കീർത്തന പുസ്തകത്തിൽ 136 അധ്യായത്തിൽ നാം കാണുകയാണ് മുഴുവൻ കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് എന്ന്. നാം പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണേ എന്ന്. ഈ 136 സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കരുണ ഞാൻ കൊടുക്കണം, ക്ഷമ കൊടുക്കണം, അവരെ ഞാൻ ചേർത്ത് പിടിക്കണം. മത്തായി 18:35 ഈശോ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ്. നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കുമെന്ന്. ഇന്ന് ദൈവത്തിൻ്റെ കരുണ നിൻ്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ നീ ആരെയും മാറ്റി നിർത്തരുത്, ആരെയും നിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് ഒഴിവാക്കരുത്. എല്ലാവരെയും ചേർത്ത് പിടിക്കണം, സ്നേഹം തിരിച്ചു കൊടുക്കണം. ഹൃദയം നിറയെ സ്നേഹം തിരിച്ചു കൊടുക്കുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ കാരുണ്യം നിന്നെ തേടിയെത്തുക. നാം കാണുന്നുണ്ട് ദാനിയേലിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ് എന്ന് അസറിയ പാടുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം അസറിയ എന്ന് പറയും 3 ബാലന്മാരെ തീച്ചൂളയിലേക്ക് എടുത്തെറിയുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം അവരെ ശീതള കാറ്റായി പൊതിഞ്ഞു പിടിക്കുമ്പോൾ അവിടെ അസറിയ പാടുകയാണ്. അസറിയ എന്ന് പറയുന്ന ബാലൻ പാടുകയാണ് ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ് എന്ന്. ദൈവം നമ്മോട് കാണിച്ച വലിയ കാരുണ്യം തിരിച്ചറിഞ്ഞ് ആ കാരുണ്യത്തെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാരുണ്യരഹിതമായ പ്രവൃത്തി കണ്ടാൽ നിനക്ക് അവനോട് കാരുണ്യം കാണിക്കാൻ പറ്റണം. അവിടെയേ ദൈവത്തിൻ്റെ കരുണ നിൻ്റെ ജീവിതത്തെ തൊടുകയുള്ളൂ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാരുണ്യരഹിതമായ പ്രവൃത്തി കണ്ട് വിമർശിച്ച് നീ കുറ്റം വിധിച്ച് അവരെക്കുറിച്ച് മറ്റുള്ളവരോട് ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തകരുകയാണ് നിൻ്റെ ജീവിതം. ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് വന്നു, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ജോലി ലഭിക്കുന്നില്ല, എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കാണുകയാണ് തൻ്റെ സഹഭൃത്യനെ, തൻ്റെ സഹസേവകനെ, തൻ്റെ കൂടെയുള്ള പാർട്ട്ണർക്ക് വലിയൊരു ആപത്ത് വരുവാൻ വേണ്ടി, അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടി ഒരു എഴുത്തെഴുതി തൻ്റെ ബോസിന് അയച്ചിരിക്കുകയാണ്. ബോസ് ആ ലെറ്റർ അതേപടി വിശ്വസിച്ച് ആക്ഷൻ എടുത്ത് ആ വ്യക്തിയുടെ ജോലി നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം ഈശോ വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഇന്ന് എനിക്കൊരു ജോലി കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് ഞാനായിട്ട് ഇത്ര ദുഷ്ടകൃത്യം ചെയ്തിട്ട് ഇന്ന് എനിക്കൊരു അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചാൽ ആ കരുണ ഒരിക്കലും എന്നെ തൊടുകയില്ല. ഇന്ന് ദൈവത്തിൻ്റെ കാരുണ്യം എന്നെ തൊടണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം എന്നെ തൊടണമെങ്കിൽ ഈശോ പാപികളെ ചേർത്ത് പിടിച്ചതുപോലെ, ഈശോ ചുങ്കക്കാരെ ചേർത്ത് പിടിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കണം. എന്തുമാത്രം വേദനിപ്പിക്കുന്ന ഭർത്താവിനെയും ഭാര്യ ചേർത്ത് പിടിക്കുന്ന എത്രയോ ഭാര്യമാരെ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടുണ്ട്. എത്ര ചെയ്താലും ഉപദ്രവിക്കുന്ന, വേദനിപ്പിക്കുന്ന, എപ്പോഴും കുറ്റപ്പെടുത്തുന്ന, സംശയിക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകാതെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട് തമ്പുരാൻ ഒരു കരുണ അവരുടെ ജീവിതത്തിൽ ചൊരിയുക. അവരുടെ മക്കളെ തമ്പുരാൻ എടുത്തുയർത്തുകയാണ്. അവൾക്ക് ആരും അകന്നു നിൽക്കുന്നവരല്ല, എല്ലാവരും സ്നേഹിക്കുന്നവരാ. വേദനിപ്പിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരുമൊക്കെ തന്നെ സ്നേഹിക്കുന്നവരായി മാറുകയാണ്. അവരെ എല്ലാം ചേർത്ത് പിടിക്കുക. ഇന്ന് നീ ആരൊക്കെ നിൻ്റെ സ്നേഹവലയത്തിലില്ലയോ അവരെ എല്ലാം നീ ചേർത്ത് വയ്ക്കണം. അവരുടെ ഒരു പേപ്പർ എടുത്തിട്ട് അവരുടെ പേരുകളെല്ലാം നീ എഴുതിയിട്ട് ഈശോയുടെ ബൈബിളിലേക്ക്, ഈ വചനത്തിലേക്ക് എടുത്തു വയ്ക്കുക. തമ്പുരാനെ അനുഗ്രഹിക്കണേ, ചേർത്ത് പിടിക്കണേ, ഇവരെ അനുഗ്രഹിക്കണേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മേൽ കർത്താവ് ഒഴുക്കുന്ന കരുണ നിൻ്റെ മേൽ ഒഴുക്കിയ കരുണയേക്കാൾ 10 ഇരട്ടിയായി മാറും. അവിടെ നിനക്ക് സ്നേഹം കൂടുതലായി പങ്കുവയ്ക്കാൻ പറ്റും. ആ ഒരു വലിയ വിളിയാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ടാകും. കരുണ കാണിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുണ്ടാവുക. ഒരു കാര്യം ഓർത്താൽ മതിയല്ലോ, ഉപേക്ഷിക്കപ്പെട്ടു പോയ, കൂട്ടിൽ നിന്ന് കൂട്ടം തെറ്റി പിരിഞ്ഞു പോയ കുഞ്ഞാടിനെ ചേർത്ത് പിടിക്കുന്ന ഈശോയെ ഓർത്താൽ ആ ഈശോയുടെ കരുണ ഇന്ന് പകരുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്.
നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് അവരെ നാം ഒത്തിരി കുറ്റപ്പെടുത്താറുണ്ട്, വിമർശിക്കാറുണ്ട്, മാറ്റി നിർത്താറുണ്ട്. പാടില്ല. അല്പം ത്യാഗം ഏറ്റെടുക്കണം. ആ ഇടയൻ സന്ധ്യയ്ക്ക് ഇറങ്ങി തിരിച്ചതുപോലെ നീ മുട്ടുകുത്തുക. നിൻ്റെ കുടുംബത്തിൽ ഒരാൾ കുറ്റം ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ജോബ് എന്താ ചെയ്യുക? ജോബ് തൻ്റെ മക്കൾ വലിയ വിരുന്ന് നടത്തി കഴിയുമ്പോൾ അവരറിയാതെ എന്തെങ്കിലും പാപം ചെയ്തു പോയെങ്കിൽ, ദൈവത്തിൻ്റെ കരുണ നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നൊരു ജോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുകയാണ്. അതുപോലെ ആയിരിക്കണം നീ നിൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. നാം എല്ലാവരും ബലഹീനരാ, കുറവുള്ളവരാ. നമുക്ക് ആരെയും പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിനെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് എടുത്തു വെച്ചിട്ട് ഇവരെ ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഒരുപക്ഷെ നേർക്ക് നേരെ നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റാതെ വരും, നേർക്ക് നേരെ നോക്കി മിണ്ടാൻ പറ്റാതെ വരും. അപ്പോൾ നീ എന്ത് ചെയ്യണം? അവരെ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് നീ ഒന്ന് ചെന്ന് സംസാരിക്കുന്നില്ലെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ അവരെ കൊണ്ടുപോയി വെച്ചിട്ട് പറയണം, തമ്പുരാനെ നീ ഇവരെ അനുഗ്രഹിക്കണം, ഞാൻ ഇവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ ഇവരെ അനുഗ്രഹിക്കണമെന്ന് നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഈശോ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയും. ഈശോയുടെ തീരെ കാരുണ്യം നിൻ്റെ കൂടെ ഉണ്ടാകും. നിൻ്റെ സ്നേഹവലയത്തിനുള്ളിൽ പെടാത്ത ആരും ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. അതാണ് ഈശോ ഇന്ന് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. ഈശോയുടെ ഈ ഒരു ക്ഷമയുടെ സ്വഭാവം, ഈശോയുടെ ഈ വലിയ സ്നേഹത്തിൻ്റെ ഒരു ഭാവം, സ്വർഗത്തിൻ്റെ വലിയ കടാക്ഷം, അതാണ് ക്ഷമിക്കുന്ന വ്യക്തികളുള്ളത്. സ്വർഗത്തിൻ്റെ വലിയ കടാക്ഷമാണ് നമുക്ക് വേണ്ടത്. നിൻ്റെ ജീവിതത്തെ സ്വർഗം തൊട്ടാൽ, നിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിന് സ്വർഗത്തൊരു സ്ഥാനമുണ്ട് എങ്കിൽ, സ്വർഗത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിൻ്റെ പേരുണ്ട് എങ്കിൽ നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ ജീവിതത്തെ തമ്പുരാൻ ചേർത്ത് പിടിക്കും. അത് തമ്പുരാൻ്റെ വലിയ സ്നേഹമാണ്. പിതൃസ്വത്ത് പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട്. അപ്പൻ കട്ടിൽ രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും പക വച്ചു പുലർത്തുന്ന അനേകം മക്കളുണ്ട്. അവരെല്ലാം ക്ഷമിക്കാൻ തയ്യാറാവുക. സ്നേഹത്തോടെ അവരെ തൻ്റെ പക്കലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അനുഗ്രഹമുണ്ട്. ഇന്ന് നിനക്ക് അപ്പനിൽ നിന്ന് കിട്ടാത്ത വലിയ സ്വത്തുകൾ തമ്പുരാൻ നിൻ്റെ കയ്യിൽ വെച്ച് തരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകളടച്ച് കൈകൾ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, നിൻ്റെ വലിയ സ്നേഹവലയത്തിലേക്ക് എന്നെ നീ ചേർത്ത് നിർത്തിയതുപോലെ എൻ്റെ സ്നേഹവലയത്തിൽ ചേർത്ത് നിർത്താൻ എനിക്ക് പറ്റാത്ത അനേകം മക്കളുണ്ട്. അവരെയൊക്കെ ഇതാ തിരുമുമ്പിലേക്ക് വയ്ക്കുകയാണ്. എനിക്കൊന്ന് ക്ഷമിക്കാനുള്ള കൃപ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനുള്ളൊരു കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ ഒരു കടാക്ഷം, ദൈവത്തിൻ്റെ തീരെ കാരുണ്യം നമ്മിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തവരിലും എല്ലാം ഉണ്ടാവണം. ഈശോ ചുങ്കക്കാരെയും പാപികളെയും ചേർത്ത് പിടിച്ചപ്പോൾ ഈശോ അവരെയെല്ലാം നീ സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കുകയല്ലായിരുന്നു. എന്നെ വേദനിപ്പിച്ചവരെ ഞാൻ ചേർത്ത് പിടിച്ച് അവരെയും സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള കൃപ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.